നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ളതാണ്. അതായത് അവർ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേര് ചോദിച്ചൊരു റീഡിംഗ് ആണ്. അവർക്ക് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കിയിട്ട് പേഴ്സൺ വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് എടുക്കുന്നത്. അപ്പോൾ മെജോറിറ്റി നമ്മുടെ വ്യൂവേഴ്സ് അധികം പേരും ഈ ഒരു തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൺഫേം ആണെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിൽ കരുതുക. അതായത് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ മറ്റൊരാൾക്ക് സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തിന് എപ്പോഴും ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ ആ വാല്യൂ മനസ്സിലാക്കുന്ന ഒരു ടൈം എന്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വരും. അത് യൂണിവേഴ്സായിട്ട് അവർക്ക് അങ്ങനെ അതിനൊരു അവസരം കൊടുക്കും. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ അവരെന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്യുക, അവരുടെ പിറകെ പോവുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, തേർഡ് പാർട്ടിയെ കുറിച്ചിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് നിങ്ങളുടെ എനർജി വീക്കാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വീക്കായി മാറുക ചെയ്യുക. നിങ്ങളുടെ എനർജി മൊത്തം തേർഡ് പാർട്ടിക്കും നിങ്ങളുടെ പേഴ്സണും ആണ് കിട്ടുക. അപ്പോൾ അവർ സ്ട്രോങ് ആയി വരിക, അവർക്ക് ആ ഒരു റിലേഷൻ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. അവരുടെ ലൈഫിൽ അവർ തമ്മിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതവർക്ക് ആ ഒരു പ്രശ്നം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എനർജി വിട്ടു കൊടുക്കരുത്. നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുകയും അവർക്ക് അവരുടെ തേർഡ് പാർട്ടിയിൽ നിന്നും അവരുടെ തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവുകയും അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ആക്ഷൻ അവരെടുക്കുകയും ചെയ്യും. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലസ് ആണ്. നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് അപ്പോഴാണ് വാലിഡ് ആവുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക. ഇത് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല, ആവുന്നവരെടുക്കുക. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ സ്ട്രോങ് ആയിട്ടുള്ളവർ ഈ ഒരു റീഡിങ് മനസ്സിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്ന് പോസിറ്റീവായിട്ടിരുന്ന് തന്നെ ഈ ഒരു റീഡിങ് കാണാൻ, നെഗറ്റിവിറ്റി ഒക്കെ ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് കിങ് ഓഫ് സോർട്സ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണാനായിട്ട് പറ്റുന്നത്, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കാണ്. അതായത് ഇവിടെ തേർഡ് പാർട്ടി കാർഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഒന്ന് ക്വീൻ ഓഫ് സോർട്സും അടുത്തത് ദ ഹൈ പ്രീസ്റ്റസും. ദ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് നമ്മളൊരു തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു റീഡിങ് എടുക്കുമ്പോൾ അവിടെ തേർഡ് പാർട്ടി പ്രസന്റ്, അതായത് അവിടെ തേർഡ് പാർട്ടി സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു കാർഡാണ് ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്, ഒരു ലേഡി അല്ലെങ്കിൽ ഒരു മെന്നോ ആണ്.
അതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി എന്താ പറയുക, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി അല്ലെങ്കിൽ ഒരു മെൻ ആയിട്ടാണ് കാണുന്നത്. അവർ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്റ്റെക്കാണ്. ഫസ്റ്റ് കാർഡ് നമുക്ക് സ്റ്റെക്കായിട്ടാണ് കാണിക്കുന്നത്, ദ ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ അവർ അവിടെ സ്റ്റെക്കാണെന്ന് മാത്രമല്ല, അവരും തേർഡ് പാർട്ടിയും തമ്മിൽ വളരെയധികം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്താ പറയുക, കോൺഫ്ലിക്റ്റ് ആയി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ പ്രശ്നങ്ങളാണ് ഇപ്പോഴും. ആ ഒരു പ്രശ്നത്തിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് അവിടുന്ന് പുറത്തോട്ട് പോകണം. ഈ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതാണ് ഇവിടെ കാണുന്നത്. 6 ഓഫ് സോഡ്സ് ആണ് ഇവിടെ കാണിക്കുന്നത്. അത് പറയുന്നത് നമ്മൾ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നതായിട്ടാണ്. അതായത് അവരുടെ ജേണി, ഒരു യാത്രയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. അവര് ഇമോഷണലി വളരെ വളരെ വീക്കായിട്ടാണ് ഇരിക്കുന്നത്. അതായത് അവര് അത്രയും സഹിച്ച് മടുത്തിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടി അവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാന്, ഇപ്പോൾ ഒരു പുഴവക്കത്ത് ഒരു ചെറിയൊരു വഞ്ചിയോ എന്തെങ്കിലും കാണുകയാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീടിന് തീ പിടിച്ചു, അവിടെ നിന്ന് പെട്ടെന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവിടെ ഒരു വഞ്ചിയോ എന്തെങ്കിലുമൊക്കെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വടി എന്തെങ്കിലും എടുത്ത് അതുകൊണ്ട് തുഴഞ്ഞ് നമ്മൾ അവിടെ നിന്നും പുറത്തോട്ട്, അതായത് മറുകരയ്ക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ ഓടി ഒളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോൾ അങ്ങനെ ഒരു ചിന്തയിലാണ് അവരിപ്പോൾ ഉള്ളത്. ആ സ്റ്റെക്ക് സിറ്റുവേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് അവർക്ക് പുറത്ത് കടക്കണം എന്നുള്ള ഒരു അവസ്ഥയിലാണ്. നിങ്ങളുടെ പേഴ്സന്റെ അവസ്ഥ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ കാണുന്നത്. അതായത് അവരത്രയും തകർന്നു, അവരുടെ ഇമോഷണലി ഉള്ള എല്ലാ ഫീലിങ്സും അവർ ഇമോഷണലാണ്. അതായത് അവർക്ക് ഒന്ന് കരയണം, ഒരാളോട് അവരുടെ വിഷമങ്ങളൊക്കെ തുറന്ന് പറയണം എന്നൊക്കെ അത്ര ആഗ്രഹമുണ്ട്. അവരുടെ മനസ്സ് നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് വളരെയധികം മാനസികമായിട്ട് വിഷമിക്കുമല്ലോ നമുക്ക് ആ ഒരു പ്രശ്നം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് കരയണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവര് പുറത്തോട്ട് വന്നതിന് ശേഷം അവര് ഈ ഒരു അവരുടെ ലൈഫ് ജേണി പുതിയതായിട്ട് തുടങ്ങണം. അതായത് പുതിയൊരു സ്റ്റാർട്ടിങ്, ദ വേൾഡ് കാർഡ് പറയുമ്പോൾ പുതിയൊരു സ്റ്റാർട്ടിങ്, അവിടെ നിന്നും അവർക്ക് പുതിയതായിട്ട് അവരുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. അവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കണം. ഡെത്ത് കാർഡ് ആ ഒരു സിറ്റുവേഷൻ എൻഡ് ആക്കിയതിന് ശേഷം പുതിയൊരു ബിഗിനിങ് അവരുടെ ലൈഫിൽ വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. അതായത് അവരുടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ആക്ഷൻ എടുക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് അവർ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കി അവിടെ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാനസികമായിട്ട് തയ്യാറെടുക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ ആ തയ്യാറ് എടുത്തതിന് ശേഷം അവർ ആ ഒരു സിറ്റുവേഷൻ എൻഡാക്കി അവിടെ നിന്ന് ചിലർ അവിടെ നിന്ന് ഒളിച്ചോടും, ചിലർ അത് എൻഡാക്കാൻ വേണ്ടിയിട്ട് മാനസികമായിട്ട് തയ്യാറെടുത്ത് നിങ്ങളുടെ തേർഡ് പാർട്ടിയോട് അവർ പറയും, എനിക്ക് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു ലെവലിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. അതിനുശേഷം അവർ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആയിട്ട് സ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് വന്നതിന് ശേഷം അവരുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു സിനാരിയോ ആണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പം നമുക്കിനി നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി സിറ്റുവേഷനെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിനോട് കൂടി ഒന്ന് ചോദിക്കാം. എത്ര സമയത്തിനുള്ളിൽ, എത്ര ടൈമിനുള്ളിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആക്കി വരും എന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിനോടൊന്ന് ചോദിക്കാം. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം.
നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഈ യൂണിവേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയ മെസ്സേജ് എന്ന് പറയുന്നത് ഇവിടെ സൺ കാർഡ് ഉണ്ട്. അത് തന്നെയാണ് നിങ്ങളുടെ യൂണിവേഴ്സിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത്. ഒരു യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് ഒക്കെ കാണിക്കുന്നത്, അതായത് ഒരു യെസ് കാർഡാണ് സൺ കാർഡ് എന്ന് പറയുമ്പോൾ. ഒരു റീഡിങ്ങിൽ നമുക്ക് സൺ കാർഡ് കിട്ടുമ്പോൾ അതൊരു സ്ട്രോങ് യെസ് ആണ് പറയുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഉടനെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ്. അതായത് ഈ സൺ കാർഡ് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ലവേഴ്സ് കാർഡാണ്. ലവേഴ്സ് കാർഡ് എന്ന് പറയുമ്പോൾ അവരുടെ ആത്മാർത്ഥ പ്രണയത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മാനസികമായിട്ട് വളരെ, അതായത് ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അതായത് നിങ്ങളെ വിട്ടിട്ട് വേറൊരു റിലേഷൻ ചൂസ് ചെയ്തതിൽ വളരെ വിഷമത്തിലാണ് അവരുള്ളത്. അപ്പോൾ ആ ഒരു വിഷമത്തില് അവര് എന്താ പറയാ, അവര് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തേട്ട് വരാൻ. എത്രയും പെട്ടെന്ന് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് അവർക്ക് എപ്പോഴാണ് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആക്കാൻ പറ്റുന്നത്, അത് എൻഡ് ആയതിന് തൊട്ടടുത്ത നിമിഷത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. പേജ് ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് കാർഡ് ഇതിൽ കാണിക്കുന്നത്. അതൊരു കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് തീരുമാനം എടുക്കുന്നതായിട്ടാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളുടെ ഈ ഒരു ആത്മാർത്ഥ പ്രണയം നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നുള്ളതാണ്. നിങ്ങൾ ഇത്ര കാലം നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതിനും അവരെ കുറിച്ചോർത്ത് വിഷമിച്ചതിനും ഒരു ജസ്റ്റിസ് കാർഡ് ഉണ്ട് ഇവിടെ ലാസ്റ്റ് വന്നിട്ട്. ജസ്റ്റിസ്, നിങ്ങൾക്ക് ഒരു നീതി നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തരും എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഈ ഒരു റിലേഷൻഷിപ്പ് വഴി ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടാവില്ല, ഒരു കുറച്ച് ശതമാനം പേർക്ക്, അതായത് കമ്മിറ്റ്മെന്റ് തരാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആളുകൾക്ക് കമ്മിറ്റ്മെന്റ് ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നീതി നടപ്പാക്കും എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ്. അപ്പോൾ അവർക്ക് അവരുടെ എന്താ പറയാ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാക്കിയതിനു ശേഷം തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് വെരി സൂൺ ആയിട്ട് അടുത്ത് തന്നെ സംഭവിക്കും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു എന്താ പറയുക റീഡിങ് മാനിഫെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു റീഡിങ് ക്ലെയിം ചെയ്യുക, മാനിഫെസ്റ്റ് ചെയ്യുക. യൂണിവേഴ്സിനോട് താങ്ക് യു പറയാം, ഓരോ നിമിഷവും താങ്ക് യു പറയാം, ഓരോ കാര്യത്തിനും നിങ്ങൾ നന്ദി പറയാം. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുക്കാം. ഫസ്റ്റ് ലെറ്റർ പി. 1991 പൂരാടം. എസ് ലെറ്റർ ജൂൺ. 1988 1999 1990 ഉത്രാടം. മൂലം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് ക്ലെയിം ചെയ്യാം. താങ്ക് യു.